കേന്ദ്രത്തിലെ BJP ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപവൽക്കരിച്ച ഒരു വേദിയാണ് ഇന്ത്യ മുന്നണി. കേരളത്തിലുമുണ്ട് മുന്നണി, ഇന്ത്യ മുന്നണി. പക്ഷേ ഇവിടെ അത് ഒരു അത്ഭുത രാഷ്ട്രീയ ജീവിയാണ്. കേരളത്തിലെ രണ്ട് പ്രധാന രാഷ്ട്രീയ ശക്തികളായ UDF-ഉം LDF-ഉം ഈ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷെ അവർ തമ്മിലാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത്. പോരാട്ടത്തിന്റെ ഒരു പൊടി പോലും എന്ന് തന്നെ നമുക്ക് അതിനെപ്പറ്റി വിശേഷിപ്പിക്കാം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവര് ഏറ്റുമുട്ടുന്നു. എതിർപക്ഷത്തെ തകർത്തേ അടങ്ങൂ എന്ന വാശിയിലാണ് മറുപക്ഷം നീങ്ങുന്നത്. ഈ പ്രചാരണത്തിന്റെ തുടക്കം മുതലേ LDF-ന് നേതൃത്വം കൊടുക്കുന്ന CPM കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരെയായിരുന്നു. നിരന്തരം നിശിതം വിമർശിച്ചു പോന്നു CPM. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അതൊരു ചെറിയ മറുപടി കൊടുത്തു, ഒരു ചെറിയ ഡോസ് എന്ന് പറയാവുന്ന ഒന്ന്. കണ്ണൂരിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പിണറായി വിജയനെ പരാമർശിച്ചു. പേരെടുത്തൊന്നും പറഞ്ഞില്ല, കേരള മുഖ്യമന്ത്രി എന്ന് മാത്രമേ വിശേഷിപ്പിച്ചുള്ളൂ. എങ്കിലും അദ്ദേഹത്തെ പരാമർശിച്ച് സംസാരിച്ചു. അവിടെ അദ്ദേഹം പിണറായി വിജയനെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒരു ചോദ്യം ഉന്നയിച്ചു. അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ പാതകമാണ്. ഒരേ മുന്നണിയിലെ രണ്ട് പ്രധാന നേതാക്കളാണ്, പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്താം. പക്ഷെ ഒരേ മുന്നണിയാ ഇന്ത്യ മുന്നണി. ഇവരാണ് ഇനി BJP-യെ തോൽപ്പിച്ച്, മോഡിയെ തോൽപ്പിച്ച് ഇനി ഇന്ത്യ ഭരിക്കേണ്ട മുന്നണി. അപ്പോ അതിലെ ഒരു നേതാവ് മറ്റേ നേതാവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. CPM അതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തേ പറ്റൂ. സ്വന്തം മുന്നണിയിലെ നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അരിശം കൊള്ളുന്ന മറ്റൊരു നേതാവ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിൽ എങ്ങനെയാണ് ഇനി തുടരുക? CPM അങ്ങനെ അന്തസ്സില്ലാത്ത പാർട്ടിയൊന്നുമല്ല. CPM-ന്റെ എല്ലാമാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് എന്ന വിഷയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ, രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോരാൻ വരെ CPM തയ്യാറാണോ എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അങ്ങനെ എങ്ങനെ ഒരു മുന്നണിയിൽ നിൽക്കുക? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ BJP സർക്കാരിനെ വിമർശിക്കുന്ന ഒരു നേതാവിന്റെ കീഴിൽ എങ്ങനെയാണ് തുടരുക? CPM-നെ സംബന്ധിച്ചോളം അതിന്റെ കേന്ദ്ര കമ്മിറ്റി PB എല്ലാം നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം തീരുമാനിച്ചാൽ മതി, വേണമെങ്കിൽ മുന്നണി വിട്ട് പുറത്തു പോരുകയും ചെയ്യാം. സ്വതന്ത്രമായിട്ട് അന്തസ്സായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും രാഹുലിനെയും നന്നായിട്ട് വിമർശിക്കുകയും ചെയ്യാം. ഇനിയും സമയമുണ്ട് CPM-ന് ഈ കാര്യം ആലോചിക്കാവുന്നതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വീണ്ടും കേട്ടു നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് BJP പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നില്ല, ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ആക്രമിക്കുന്ന കാര്യമല്ല കേട്ടോ, രാഷ്ട്രീയമായിട്ട്. എന്തുകൊണ്ട് പിണറായിയെ ആക്രമിക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വസതി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നില്ല? അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കോടതി നടപടികൾ ഉണ്ടാവുന്നില്ല? അല്ലെങ്കിൽ ED-യോ CBI-യോ എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? ആഫ്റ്റർ ഓൾ, രണ്ട് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിലാണ്, അറസ്റ്റിലാണ് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. രണ്ട് ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഭരണകക്ഷിയായ BJP രാജ്യത്തെ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ജനാധിപത്യത്തിനെതിരെ കടന്നാക്രമണം നടത്തുന്നു, ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള BJP-ക്കെതിരെ എന്തുകൊണ്ട് പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുന്നില്ല? എനിക്കെതിരെ, അതായത് രാഹുലിനെതിരെ 24x7 എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും വിമർശനം ചൊരിയുന്ന കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് BJP-യെ വിമർശിക്കുന്നില്ല? ഒരല്പം സമയം അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചാൽ നന്നായിരുന്നു. അതാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിലും മറ്റും നടത്തിയ പ്രസംഗത്തിന്റെ ചുരുക്കം. ഇതിലെവിടെയാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ക്ഷോഭിക്കുന്ന
ഒരു രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റുക? ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഈ വാക്കുകൾക്ക്. ED-യെയും CBI-യെയും മറ്റും ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയും അവരെ കോടതി കയറ്റുകയും കേസുകൾ സൃഷ്ടിച്ച്, പലപ്പോഴും കള്ളക്കേസുകൾ സൃഷ്ടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനം, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ഒരു കള്ളക്കേസിൽ കുടുക്കി രാഹുൽ ഗാന്ധിയുടെ ലോകസഭാംഗത്വം ഇല്ലാതാക്കിയത്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ടത്, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ സമൻസ് കൊടുത്ത് ED-യുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്, അതുപോലെ കാർത്തി ചിദംബരം, DK ശിവകുമാർ മുതലായ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത്, ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെയും അതിന് തൊട്ടു മുമ്പ് മറ്റൊരു മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്തത്, ഈ വക സാഹചര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് മറ്റൊരു പ്രതിപക്ഷ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ BJP ഒഴിവാക്കി നിർത്തുന്നു? അദ്ദേഹത്തിനെതിരായിട്ട് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതില് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിലോ ED-യെ വിട്ട് ചോദ്യം ചെയ്യിപ്പിക്കാത്തതിലോ ഉള്ളൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ അല്ല പ്രകടമാകുന്നത്. എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി മാത്രം BJP-യുടെ ഈ വക നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. പക്ഷേ ഈ വാക്പോരിന് തുടക്കം കുറിച്ചത് CPM തന്നെയാണ്. ആരംഭം മുതലേ അവര് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുകയായിരുന്നു. അവരുടെ സമീപനം കണ്ടാൽ 2 സീറ്റ് BJP ജയിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ് ഇവിടെ തോൽക്കണം എന്നതാണ് അവരുടെ ഉന്നം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിച്ചു കൊണ്ടിരുന്നത്. രാഹുലിനെതിരായ ആക്രമണത്തിന്റെ ഒരു പ്രധാന ബിന്ദു, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു പുതിയ കാര്യമല്ല. 2019 ഇതിന്റെ ഒരു ആദ്യ എഡിഷൻ കഴിഞ്ഞുപോയതാണ്. അന്ന് 4.3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചുകൊണ്ട് ഈ ആക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം അർത്ഥശൂന്യമാണെന്ന് വയനാട്ടിലെ ജനങ്ങൾ തെളിയിച്ചതാണ്. ഈ വർഷം വീണ്ടും അത് പൊടി തട്ടിയെടുത്തു. ഇത്തവണ D രാജയും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലോ അവിടെ മത്സരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ 19 സീറ്റുകളിൽ LDF-നും UDF-നും തമ്മിൽ പരസ്പരം മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ചുകൂടാ? അങ്ങനെ ഒരു ന്യായമാണ് CPM-ഓ CPI-യോ ഉന്നയിക്കുന്നതെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് നേരത്തെ ചർച്ച നടത്തി 10 സീറ്റുകൾ വിഭജിച്ചെടുത്ത് മത്സരിക്കാമായിരുന്നല്ലോ? അപ്പൊ ഇതൊക്കെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ വിഷയം, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാടെടുക്കുന്നില്ല, അതിനെ ശക്തമായിട്ട് വിമർശിക്കുന്നില്ല. അതായിരുന്നു പിണറായി വിജയൻ കേരളമെമ്പാടും ഉന്നയിച്ച മറ്റൊരു രാഷ്ട്രീയ വിഷയം. രാഹുൽ ഗാന്ധി ന്യായയാത്ര നടത്തിയപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞില്ല. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം മല്ലികാർജുന ഖാർഗെയെ നോക്കി ചിരിക്കുകയാണുണ്ടായത്. ഒരു കൃത്യമായ നിലപാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം. അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെമ്പാടും സ്വീകരിച്ച ഒരു അജണ്ട. ഇത്രയധികം വിഷയദാരിദ്ര്യം അനുഭവിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് നേരത്തെ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളോട് പറയാൻ വയ്യ, കാരണം നേട്ടങ്ങളൊന്നുമില്ല. ധിക്കാരവും ധാർഷ്ട്യവും പിടിപ്പുകേടും ധൂർത്തും അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവർ പൗരത്വ ഭേദഗതി നിയമം വിഷയമാക്കി. അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. അതിലൂടെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുക, അവരുടെ വോട്ടുകൾ കൈവശപ്പെടുത്തുക, അതായിരുന്നു അവരുടെ ഒരു തന്ത്രം. ഇങ്ങോട്ട് നിരന്തരം വരുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമല്ലോ, അതാണല്ലോ രാഷ്ട്രീയത്തിലെ ഒരു കളി എന്ന് പറയുന്നത്. വിമർശനം ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി അതിന് മറുപടി പറഞ്ഞു. അതാണ് കണ്ണൂരിലെ ഈ വിവാദ വിഷയമായ പ്രസംഗം. അതായത് രാഹുൽ ഗാന്ധി പിണറായി വിജയന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള വ്യാഖ്യാനം. അത് വേറൊരു വ്യാഖ്യാനം മാത്രമാണ്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ളത് നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ കേട്ടതിൽ നിന്ന് വ്യക്തവുമാണ്. രാഹുലിന് പിണറായി വിജയൻ മറുപടി കൊടുത്തു.
ശൗര്യം നിറഞ്ഞ മറുപടി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹം പ്രധാനമന്ത്രി മോദിയോട് കാട്ടിയ മാർദ്ദവം ഒന്നും രാഹുൽ ഗാന്ധിയോട് പ്രദർശിപ്പിച്ചില്ല. മോദിജി ഇവിടെ വന്ന് കാട്ടാക്കടയിൽ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഇടപെട്ട അഴിമതി കേസിനെ പറ്റി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. അതായത് എക്സാലോജിക്കിന്റെ കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഇവിടെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും കേസുണ്ടെന്നോ അദ്ദേഹത്തിന്റെ മകള് എന്തെങ്കിലും അഴിമതി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. പൊതുവായ ചില ആഖ്യാനങ്ങൾ, നറേറ്റീവ്സ് നൽകുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഇവിടെ മോദി പേരെടുത്ത് അഴിമതിക്കാര്യം പറഞ്ഞിട്ടും കൊള്ളയടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും ഈ ശൗര്യത്തിൽ അദ്ദേഹം പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് മറുപടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ രാഹുൽ ഗാന്ധി ആകുമ്പോൾ പറയാമല്ലോ. രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, താങ്കൾക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു, അത് എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയെ BJP-ക്കാരെ പപ്പു എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. അത് ശരിയാണ്. അത് അദ്ദേഹം ഇപ്പോൾ ഓർമ്മിപ്പിച്ചാലും ആർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. VS അച്യുതാനന്ദനാണ് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് അമുൽ പുത്രൻ എന്ന ഒരു പേരിട്ട് വിളിച്ചത്. പിന്നീട് വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളും അതുപോലെ BJP-യും അമുൽ ബോയ് എന്ന് അതിനെ പരിഷ്കരിച്ച് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുകയുണ്ടായി. പിണറായി വിജയൻ ഇത്തരം പേരുകൾ കണ്ടെത്തുന്നതിലും അത് ഇടുന്നതിലൊക്കെ വളരെ ഹരം ഉള്ള ഒരാളാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു MPയെ വിളിച്ചത് പരനാറി എന്ന, ഒരു ക്രൈസ്തവ ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ട ജീവി എന്ന, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ വിശേഷിപ്പിച്ചത് അട്ടംപരതി എന്നാണ്. അദ്ദേഹത്തിന്റെ കൂടെ സഹപ്രവർത്തകരായിരുന്ന ചില ആളുകളെ വിളിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കുലം കുത്തികളെന്ന. അപ്പൊ ഇത് അദ്ദേഹത്തിന് വലിയ പുതുമയുള്ള കാര്യമല്ല. പക്ഷേ രാഹുൽ ഗാന്ധി, ശ്രീ പിണറായി വിജയൻ, താങ്കൾ ഈ പറയുന്ന കാലത്തേക്കാൾ വളരെയധികം മാറിപ്പോയി കേട്ടോ. അദ്ദേഹം ഇന്ത്യയെ മനസ്സിലാക്കി, ഇന്ത്യ അറിഞ്ഞു, ഇന്ത്യക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹം മാറി. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം രൂപാന്തരം പ്രാപിച്ചു. അതൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയില്ല എന്ന് ഭാവിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇന്ന് ഇന്ത്യയോട് പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ നമുക്ക് സ്നേഹത്തിന്റെ കടകൾ തുറക്കാം എന്നത്. അത് വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം, അതിന്റെ ആകത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. അത്രയ്ക്കൊക്കെ വേണോ? കാരണം മറ്റാരെങ്കിലും കുറെ കൂടെ പിന്നോട്ടുള്ള ചരിത്രത്തിലേക്ക് പോവുകയും പൊരുതുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നൽകിക്കൊണ്ട് ഗാന്ധിജിയും കോൺഗ്രസും ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ താങ്കളുടെ പാർട്ടി, അന്നത്തെ CPI, അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട്, അതിനെ പിന്നിൽ നിന്ന് കുത്തിയത്, അതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നിർലോഭമായ സഹായ സഹകരണങ്ങൾ വാങ്ങിയത്, അതൊക്കെ ആരെങ്കിലും ഓർപ്പിച്ചാൽ അന്തരീക്ഷം കൂടുതൽ വഷളാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ സമകാലീന രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തായം കളിക്കുന്നതായിരിക്കും നല്ലത്. രാഹുൽ ഗാന്ധി അറസ്റ്റിലായ മുഖ്യമന്ത്രിമാരെയും ED-യെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തിന്റെ പിന്നില് ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. അതായത് BJP-യുമായിട്ട് ഇവിടുത്തെ ഇടതു മുന്നണിക്ക് എന്തെങ്കിലും രഹസ്യ ധാരണകളുണ്ടോ എന്ന ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി അതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ലാവ്ലിൻ കേസിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. 50ഓ 60ഓ തവണ ആ കേസ് CBIയുടെ ആവശ്യപ്രകാരം സുപ്രീം കോടതി മാറ്റിവെക്കുക ഉണ്ടായത്. ഈ കേസിൽ പിണറായി വിജയനെതിരെ വിചാരണ തുടരാം എന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതി എടുക്കുന്നതെങ്കിൽ ആ നിമിഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും. അതിനുശേഷം നടന്ന സ്വർണ്ണക്കടത്ത്, അതുപോലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പരാതികൾ, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ കഥകൾ, പിന്നീട് അവസാനം എക്സാലോജിക്ക്, ഇതിലൊക്കെ എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്, ഏത് വേഗതയിലാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാന ചോദ്യം, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു BJP-യുടെ ഒരു B ടീമായിട്ടാണോ ഇടതുപക്ഷ മുന്നണി പ്രവർത്തിക്കുന്നത് എന്ന കോൺഗ്രസിന്റെ സംശയം. അതാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിലെയും മറ്റും പ്രസംഗങ്ങളിൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്.